112 സങ്കീർത്തനം. ആ ഭാഗം ശുശ്രൂഷയ്ക്ക് വേണ്ട ആ വാക്യങ്ങളെ മുഴുവനായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 112 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ആ വാക്യത്തിൽ നിന്നാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിനകത്ത് ഒരു പദം കർത്തൃദാസി പ്രാർത്ഥിച്ചപ്പോൾ എടുത്തുത്തരിച്ചു: നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നമുക്ക് വായിക്കാം 112 സങ്കീർത്തനം 1 മുതൽ 3 വരെ. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അനുഗ്രഹീതമായ സങ്കീർത്തനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദാവീദാണ് ഈ സങ്കീർത്തനം ചമച്ചതെന്ന് മുകളിലുള്ള അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഒരു പദമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്: നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. കുഞ്ഞുങ്ങളുള്ള പേരൻസ് എല്ലാം പറഞ്ഞേ ആമേൻ. ഞങ്ങളുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. എങ്ങനെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച മുതലേ കുഞ്ഞുങ്ങളോട് ഫൈറ്റ് ചെയ്യുന്ന ദുഷ്ടശക്തികളോടാണ് ആമേൻ ഇന്നും നമ്മൾ പോരാടാൻ പോകുന്നത്. ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയാം: നിൻ്റെ സന്തതി എത്തേണ്ടിടത്തെത്താൻ ദൈവത്തിന് പ്ലാനുണ്ട്. സോദരം, അപ്പോൾ ചില പേരൻസിനൊരു വലിയ ചിന്തയുണ്ട്: എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ആയില്ല. ചില പേരൻസ് പറയാറുണ്ട്, എൻ്റെ കുഞ്ഞിന് 10th മാർക്ക് കുറവായിരുന്നു, അയ്യോ അവൻ്റെ ഫ്യൂച്ചർ പോയോ. ചിലർ പറയും 12th മാർക്ക് കുറവായിരുന്നു, അവൻ്റെ ഫ്യൂച്ചർ പോയോ. അവൻ എൻജിനീയറിംഗ് പഠിച്ചു, 3-ാം വർഷം അവൻ പഠിത്തം നിർത്തി, അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ പോയോ. സോദരം, അവൻ എൻജിനീയറിംഗ് പാസ്സായിട്ട് ഒരു ജോലിയും കിട്ടുന്നതിന് എൻ്റെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ പോയോ? ഇല്ല. ഞാൻ വചന വെളിപ്പാട് നിന്നുകൊണ്ട് പറയുക, സ്തോത്രം, നിൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടു എന്ന വാർത്ത നീ കേൾക്കുന്ന ദിവസങ്ങൾ അധികം വിദൂരമല്ലാതെ വെളിപ്പെടുക. ഞാൻ ആ ഭാഗത്തോട്ട് വരാനായിട്ട് ഈ വാക്യത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരാം. സ്തോത്രം, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച 4 കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട്. 1, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ബൈബിളിൽ ആരാണ് ഭാഗ്യവാൻ? ദൈവത്തെ പേടിച്ച് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഓരോ ദൈവമക്കളുടെ അകത്തും എന്തോ വേണം? ദൈവഭയം. എന്തോ വേണം? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം, ദൈവഭയം വേണമെന്ന് പറ. നമ്മൾ പുതിയ നിയമത്തിൽ പറയുന്നത് നമ്മുടെ ദൈവ സ്നേഹസമ്പൂർണ്ണനാണ്. പക്ഷേ സ്തോത്രം, നമ്മൾ മറ്റൊരാളെ പേടിക്കുന്ന പോലെ പേടിക്കണമെന്നല്ല എഴുതിയേക്കുന്നത്. സ്നേഹത്തോടു കൂടിയ ഭയം. നമുക്ക് നമ്മുടെ അപ്പനെ, സ്വന്തം അപ്പനെ പേടിയുള്ളവരെന്ന് കൈവക്കിക്കുക. പേടിയുള്ളവർ, പ്രായം എന്തു ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ അപ്പനെ പേടിയായിരുന്നു. അങ്ങനെ ഇങ്ങനല്ല, ഇങ്ങനെ ഒത്തിരി പേരുണ്ട് അപ്പനെ പേടി, അല്ലേ? അപ്പൻ നമ്മളെക്കാട്ടി വണ്ണം കുറവാണ്, അപ്പൻ നമ്മളെക്കാട്ടി വലിയ വിദ്യാഭ്യാസമൊക്കെ കുറവാണ്, പക്ഷെ അപ്പനെ ഭയങ്കര പേടിയാണ്. സ്തോത്രം. പണ്ടൊരാൾ ഒരു വലിയ കോൺഫറൻസ് നടത്തിയപ്പോൾ ചോദിച്ചു, പേടിയില്ലാത്ത ആരെല്ലോട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. ഒരാൾ ചാടി എഴുന്നേറ്റ്. പേടിയോട് ഒന്നിനെയും പേടിയില്ല. ഇല്ല. ആനയെ പേടിയുണ്ടോ? ഇല്ല. കടുവായെ പേടിയുണ്ടോ? ഇല്ല. സിംഹത്തെ പേടിയുണ്ടോ? ഒട്ടും പേടിയില്ല. സത്യം പറ, ഇച്ചിരിയിലും പേടി. ഭാര്യയെ ഒരു ചെറിയ പേടി. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഇച്ചിരി എല്ലാ കാര്യത്തിലും എന്തോ ഉണ്ട്, പേടിയുണ്ട്. ഇവിടെ പറയുന്നത് ആരെ പേടിക്കണമെന്നാ? ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിന് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഒരു ദൈവഭയം. ദൈവത്തിന് സ്വതം. അത് ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ആരെയും മറച്ച് എന്തും ചെയ്യാം, അല്ലേ? വിശ്വാസിക്ക് പാസ്റ്ററെ മറച്ചു ചെയ്യാം, അല്ലേ? പാസ്റ്റർക്ക് വിശ്വാസികളെ മറച്ച് ചെയ്യാം. പറ്റത്തില്ലയോ? പക്ഷേ ദൈവത്തെ മറച്ച് ഒന്നും. അടുത്തിരിക്കാൻ നോക്കി പറയാം, എല്ലാം കർത്താവ് കാണുന്നുണ്ടെന്ന് പറ. മോളിൽ ഇരിക്കുന്നവനെല്ലാം നിന്റെ ഉഴപ്പും മടിയും നിരുത്സാഹവും എല്ലാം ആര് കാണുന്നുണ്ട്? കർത്താവ് കാണുന്നുണ്ട്. സ്തോത്രം. എൻ്റെ നിങ്ങളുടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാളെ മാത്രമല്ല, പാസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ എല്ലാം കാണും, എൻ്റെ എല്ലാം കാണുന്നുണ്ട്. എന്താ ഇവിടെ പറയാൻ പോകുന്നത്? ദൈവത്തെ നമുക്ക് എന്ത് വേണം? ഭയം വേണം. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ 2-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നൊരു വാക്യമുണ്ട്, ഭയത്തോടും വിറയലോടും യഹോവയെ സേവിപ്പീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ അകത്ത് ആ ലവ് ഉള്ളപ്പോൾ തന്നെ നമ്മുടെ അകത്തൊരു ചെറിയ ഭയം കൂടെ ദൈവത്തെ വേണം. കാരണം എൻ്റെ ദൈവം, ദൈവത്തിന് സ്തോത്രം, കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കർത്താവ് പഠിപ്പിക്കുക, ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ നിങ്ങൾ പേടിക്കരുത്. ദേഹത്തെയും ദേഹിയും കൊന്ന് നരകത്തിൽ തള്ളാൻ അധികാരമുള്ള ദൈവത്തെ ഭയപ്പെടണം.